ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് എല്ലാവർക്കും ആദരവോടുകൂടി സ്നേഹവന്ദനം. ഇന്ന് നവംബർ മാസം 18 323 ദിവസത്തിലെത്തി. ഷീലോവിലെ ദേവാലയത്തിൽ പ്രാർത്ഥിക്കുന്ന ഈ സ്ത്രീയെ ശരിക്കും നമ്മൾ ഓരോരുത്തരെയും ഞെട്ടിക്കാൻ സാധ്യതയുണ്ട്. മാത്രമല്ല, ശരിക്കും തോൽപ്പിച്ചു കളയാൻ. ഹന്നയാണ് ആള്. ശമൂവേൽ പ്രവാചകന്റെ ആദ്യ പുസ്തകത്തിൻ്റെ ആദ്യ അധ്യായം. ആ തിരുവചനങ്ങളിലൂടെ സമയം പോലെ ഒന്ന് കടന്നു പോകണം കേട്ടോ. ഹന്ന ശരിക്കും നിരാശരുടെയും നിസ്സഹായരുടെയും നിന്ദിതരുടെയും പ്രതിനിധി തന്നെയാണ്. ദൈവം തന്നെ പരിഗണിക്കുന്നില്ല. ഭർത്താവ് തൻ്റെ ദുഃഖം ശരിയായി മനസ്സിലാക്കുന്നില്ല. പ്രതിയോഗിയായി മാറുന്നു. തൻ്റെ ഭർത്താവിൻ്റെ മറ്റൊരു ഭാര്യയായ പെനീന്ന. ആണ്ടുതോറും ദേവാലയത്തിൽ ആരാധനയ്ക്ക് പോകുന്ന സന്ദർഭത്തിലാണ് അവളുടെ ഈ ക്രൂരത ഏറ്റവും അധികമാകുന്നതെന്ന യാഥാർത്ഥ്യം ഹന്നയുടെ ദുഃഖം ഇരട്ടിപ്പിക്കുന്നുണ്ട്. വന്ധ്യതയുടെ പേരിൽ, അതായത് മക്കളില്ലാത്തതിൻ്റെ പേരിൽ അപഹസിക്കപ്പെടുന്ന ഹന്നായും അവളെ ആ പേരിൽ അങ്ങനെ മുറിപ്പെടുത്തുന്ന പെനീനായും നിലവിൽ ഇരുന്ന അവിടുത്തെ സാമൂഹിക സാഹചര്യത്തിൻ്റെ ഇരകളാണ് സത്യത്തിൽ. അവർ രണ്ടുപേരും എന്താണ് അവർ ചെയ്തുകൊണ്ടിരുന്നത്? ഒരാൾ ഒപ്പമുള്ളവരെ മുറിപ്പെടുത്തിക്കൊണ്ടിരുന്നു. മറ്റേയാളോ ആ മുറിവിൻ്റെ നൊമ്പരങ്ങളിൽ അകപ്പെട്ട് ആകെ നീറി പുകഞ്ഞുകൊണ്ടുമിരുന്നു. വ്യക്തമായ ചില ദിശാബോധങ്ങൾ നൽകുന്ന വിചാരങ്ങളുടെ, ആലോചനകളുടെ വെളിച്ചത്തിലേക്ക് എത്താതെ പോവുകയാണ് ഈ രണ്ടുപേരും. അത്തരമൊരു വെളിച്ചത്തിൻ്റെ വിചാരങ്ങളിൽ എത്തിയാൽ രണ്ടുപേരും രക്ഷപ്പെടും. വലിയ വ്യത്യാസമൊന്നും നമ്മുടെ ജീവിതത്തിലും ഒന്ന് ഉറ്റുനോക്കിയാൽ നമുക്ക് ഉറപ്പിക്കാൻ പറ്റും. ഏതാണ്ട് സമാനമായ അവസ്ഥയിലൂടെയാണ് നമ്മളും കടന്നു പോകുന്നത്. തങ്ങൾ തിരഞ്ഞെടുക്കാതെ ജീവിതത്തിൽ സ്വാഭാവികമായി ഉണ്ടാകുന്ന അനുഭവങ്ങളോട് എങ്ങനെയായിരിക്കണം നമ്മൾ പ്രതികരിക്കേണ്ടത്? ഇതൊരു വലിയ ചോദ്യമാണ് കേട്ടോ. അന്ന് ഹന്നായും പെനീനായും ഇന്ന് നമ്മൾ ഓരോരുത്തരും ചെയ്യുന്നത് സത്യത്തിൽ എന്താണ്? മക്കളെ കിട്ടി എന്നത് എപ്പോൾ മുതലാണ് സ്വയം ഒരു അഹങ്കാരത്തിനും കുറച്ചുകൂടി ആ അഹങ്കാരത്തിൻ്റെ വഴി മുമ്പോട്ട് പോയി ഇരകളെന്ന് തോന്നുന്ന ദുർബലരെ വേട്ടയാടാൻ പാകത്തിന് നമ്മൾ ബലം പ്രാപിക്കുന്നതുമൊക്കെ? അങ്ങനെ സ്വയം അഹങ്കരിക്കുകയും മറ്റുള്ളവരെ ചില അതേ ഇനങ്ങളുടെ കണക്കിലും എണ്ണത്തിലും പരിഹസിക്കുകയും പരിക്കേൽപ്പിക്കുകയും ചെയ്യുന്നത് എപ്പോഴാണ്? എന്തുകൊണ്ടാണ്? അതാണ് ഈ പുലരിയിൽ നമുക്കൊന്ന് സ്വയം ചോദിക്കേണ്ട ഒരു കാര്യം. അപ്പോൾ തങ്ങൾ തിരഞ്ഞെടുക്കാതെ തന്നെ ജീവിതത്തിലേക്ക് സ്വാഭാവികമായി കടന്നു വരുന്ന മുഴുവൻ അനുഭവങ്ങളെയും എങ്ങനെ സ്വീകരിക്കണം, എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് നമ്മൾ ഓരോരുത്തരെയും പഠിപ്പിച്ചു തരാനായിട്ട് നമുക്ക് യേശുവിൻ്റെ സന്നിധിയിൽ ഒരു അഭയയാചന സമർപ്പിക്കാം. പ്രാർത്ഥനയോടുകൂടി. ആമേൻ.